വീണപ്പൂവ് എന്ന ഖണ്ഡകാവ്യത്തിൽ ഒരു പൂവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള അതിസൂക്ഷ്മങ്ങളായ ഘട്ടങ്ങളെ മനുഷ്യജീവിതത്തിൻ്റെ നൈമിഷികതയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കേവലം 41 ശ്ലോകങ്ങളിലൂടെ കുമാരനാശാൻ ചിത്രീകരിച്ചിരിക്കുന്നു. 1907 ഡിസംബറിൽ മിതവാദി പത്രത്തിലാണ് ഈ രചന ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. തുടർന്ന് അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ മാസികയായ ഭാഷാപോഷിണിയിലും ഈ കാവ്യം പ്രസിദ്ധീകരിച്ചു. മലയാള കാവ്യാന്തരീക്ഷത്തിന് തികച്ചും നൂതനമായൊരനുഭവമായിരുന്നു വീണപ്പൂവ്. ആ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണ്ണക്കയേനി ശ്രീഭൂവിലസ്ഥിര അസംശയമെന്നു നിന്റെ ആഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ ലാളിച്ചു പെറ്റ ലതയൻപൊടു ശൈശവത്തെ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേ ധലമർമരങ്ങൾ പാലൊത്തിഴും പുതുനിലാവിലലം കുളിച്ചും ബാലാതപത്തിൽ വിളയാടിയുമാടലന്നി നീലീല പൂണ്ടിളയ മൊട്ടുകളോടു ചേർന്നു ബാലത്വമങ്ങനെ കഴിച്ചിതു നാളിൽ നാളിൽ ശീലിച്ചു ഗാനമിട ചേർന്നു ശിരസ്സുമാട്ടി കാലത്തിഴും കിളികളോടത മൗനമായി ഈ ലോക തത്വവുമായി തെളിവാർന്ന താരാജാലത്തൊടുമുഖതയാർന്നു പഠിച്ചുരാവിൽ ഈ വണ്ണമൻപൊടു വളർന്നത നിന്റെ അംഗം ആവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ ഭാവം പകർന്നു വദനം കവിൾ കാന്തിയാർന്നു പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു ആരോമലാം അഴക് ശുദ്ധി മൃദുത്വ ആപസാരല്യമെന്ന സുകുമാര ഗുണത്തിനെല്ലാം പാരിങ്കലേതുപമ ആ മൃദുമയിൽ നവ്യതാരുണ്യമേന്തിയൊരു നിന്നില കാണണം താൻ വൈരാഗ്യമേറിയൊരു വൈദികനാട്ടി ഏറ്റ വൈരിക്കു മുമ്പുഴറിയോടിയ ഭീരുവാട്ടി നേരെ വിടർന്നു വിലസീടിന നിന്നെ നോക്കി ആരാകിലെന്തു മിഴിയുള്ളവർ നിന്നിരിക്ക മെല്ലെന്നു സൗരഭവുമൊട്ടു പരന്നു ലോകം എല്ലാം മയക്കി മരുവുന്നള വന്നു നിന്നെ തെല്ലോ കൊതിച്ചനുഭവാർത്തികൾ ചിത്രമല്ലതില്ലാർക്കു നീ ഗുണവുമേവ പകത്തുതേനും ചേതോഹരങ്ങൾ സമജാതികളാം സുമങ്ങളേതും സമാനമഴകുള്ളവയെങ്കിലും ജാതാനുരാഗമൊരുവന്നു മിഴിക്കു വേദ്യമേതോ വിശേഷ സുഭഗത്വവുമാർന്നിരിക്കാം കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം മാലേറെയെങ്കിലും അതീവ മനോവിരാമം ചാലേ കഴിഞ്ഞരിയ യൗവനമെന്നു നിന്റെ ഈ ലോലമേനി പറയുന്നനുകമ്പനീയം അന്നൊപ്പമാണഴകു കണ്ടു വരിച്ചിടും എന്നോർത്തു ചിത്രശലഭങ്ങളണഞ്ഞിരിക്കാം എന്നല്ല ദൂരമതിൽ നിന്നനുരാഗമോതി വന്നെന്നുമാം ബിരുദനങ്ങൊരു ഭൃംഗരാജൻ.